18ാം പടിയിൽ നിൽക്കുന്ന കേരള പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. സന്നിധാനത്തിന് മുൻപിലായി പുറംതിരിഞ്ഞുള്ള പോലീസുകാരുടെ ചിത്രം പകർത്തലും അതുപോലെ പോസിംഗുമെല്ലാം ആചാര ലംഘനമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. പോലീസുകാരുടെ പ്രവൃത്തി അനുചിതമായി പോയെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും വിലയിരുത്തൽ. അതേസമയം ഡ്യൂട്ടി കാലാവധി അവസാനിച്ച ദിവസം ഒരു ഓർമ്മയ്ക്കായി സൗഹൃദത്തിന്റെ പേരിൽ പോലീസുകാർ 18ാം പടിയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിനെ അങ്ങനെ മാത്രം കണ്ടാൽ പോരെയെന്നാണ് മറുവിഭാഗം ചോദിക്കുന്നത്. കാര്യം എന്തായാലും ശബരിമല 18ാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്തതിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. SAP ക്യാമ്പിലെ 23 പോലീസുകാരെ നല്ല നടപ്പ് പരിശീലനത്തിന് അയക്കാനാണ് തീരുമാനമായത്. കണ്ണൂർ KAP4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് ഇവരെ അയക്കാൻ ADGP S ശ്രീജിത്ത് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടി നാളെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി. തീവ്ര പരിശീലനം നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം. പന്തളം കൊട്ടാരമടക്കം പോലീസുകാർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഡ്യൂട്ടി കാലാവധി അവസാനിച്ച ഞായറാഴ്ചയാണ് പോലീസുകാർ 18ാം പടിയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത്. ഇരുമുടിക്കെട്ടുമായി മാത്രം ഭക്തർ കയറുന്ന പരിപാവനമായ 18ാം പടിയിൽ ഫോട്ടോഷൂട്ട് നടത്തിയത് ആചാരലംഘനമാണെന്ന വിമർശനം ശക്തമാണ്. ദേവസ്വം ബോർഡ് പോലീസുകാരുടെ പ്രവൃത്തിയിലുള്ള അതൃപ്തി ദേവസ്വം ബോർഡ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്തിനെ അറിയിച്ചിരുന്നു. മികച്ച സേവനം നടത്തിയ ശേഷം പടിക്കൽ കലമുടയ്ക്കുന്ന പ്രവൃത്തിയായി പോയെന്ന് ബോർഡ് വിലയിരുത്തുന്നു. ക്ലേശകരമായ ജോലി ചെയ്യുന്ന പോലീസുകാരെ പ്രതിരോധത്തിലാക്കുന്ന പ്രവൃത്തിയായി പോയെന്നും ബോർഡ് കുറ്റപ്പെടുത്തുന്നു. തിങ്കളാഴ്ച സന്നിധാനം ചുമതലയൊഴിഞ്ഞ പോലീസുകാർ 18ാം പടിയിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ എടുത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പ്രചരിക്കുകയും വലിയ രീതിയിൽ വിമർശനമുയരുകയും ചെയ്തിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ഏകോപന ചുമതലയുള്ള ADGPയോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു. ആചാര ലംഘനമല്ലെന്നും ഇത്തരത്തിൽ ഫോട്ടോ എടുക്കരുത് എന്നുള്ള കാര്യം അറിയില്ല എന്നുമായിരുന്നു ചിത്രത്തിനായി പോസ്റ്റ് ചെയ്ത പോലീസുകാർ നൽകിയ വിശദീകരണം. എന്നാൽ ഇതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ഉന്നത പോലീസ് അധികാരികൾ. അവിടെ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നാണ് ഉന്നത വൃത്തഭാഷ്യം. പോലീസുകാർ നടത്തിയത് ആചാര ലംഘനമാണെന്ന് ആരോപിച്ച് ഭക്തർക്ക് പുറമെ ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, ആചാര സംരക്ഷണ സമിതി എന്നിവരും രംഗത്തെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഹർജിയും നൽകി. പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. ഇവർക്കെതിരെ കൂടുതൽ നടപടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. 18ാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് എടുത്ത ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വൻ വിവാദമായത്. തുടർന്ന് പോലീസുകാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. 1 മണിക്ക് നടയടച്ച ശേഷം 18ാം പടിയുടെ താഴെ മുതൽ മുകളിൽ വരെ വരിവരിയായി നിന്നാണ് 30ഓളം പോലീസുകാർ ഫോട്ടോ എടുത്തത്. തിങ്കളാഴ്ച രാവിലെ ചുമതലയൊഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽപ്പെട്ടവരായിരുന്നു ഇവർ. 18ാം പടി ഡ്യൂട്ടിക്കാണ് ഇവരെ നിയോഗിച്ചിരുന്നത്. മേൽശാന്തിയും തന്ത്രിയും അടക്കമുള്ള ആചാര്യന്മാർ പോലും പൂജകൾക്കടക്കം പുറംതിരിഞ്ഞ് ഇറങ്ങാറില്ല. അത്തരത്തിൽ ആചാര വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന പോലീസുകാരുടെ പുറംതിരിഞ്ഞുള്ള ചിത്രമെടുപ്പുണ്ടായതും അത് പ്രതിഷേധങ്ങൾക്ക് കാരണമായതും. ഇരുമുടിക്കെട്ടില്ലാതെ ആരെയും 18ാം പടി ചവിട്ടാൻ അനുവദിക്കാറുമില്ല. ശ്രീകോവിൽ പോലെ ഭക്തർ പവിത്രമായി കരുതുന്ന ഒരിടം കൂടിയാണ് 18ാം പടി. പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാതെ 18ാം പടി കയറാനുള്ള അവകാശമുള്ളത്. തീർത്ഥാടകരെ പടി കയറാൻ പടിയുടെ അരികിൽ നിന്നാണ് പോലീസുകാർ സഹായിക്കുന്നത്. മാത്രമല്ല, സന്നിധാനത്ത് ഫോട്ടോ എടുക്കുന്നതിലും കർശന നിരോധനമുണ്ട്. ഇത് അവഗണിച്ച് ചില തീർത്ഥാടകർ മൊബൈലിൽ ഫോട്ടോ എടുക്കാറുമുണ്ട്. പക്ഷേ എല്ലാ നിയമവും ചട്ടങ്ങളും പോലീസ് തന്നെ അവഗണിച്ചുവെന്നത് കൂടിയും വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.